ചപ്പാത്തിൻ്റെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാത്രം അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. ഇനി പുഴുങ്ങിയ മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിരുന്നു ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ മുട്ട മാറ്റി വെക്കാം. അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടി വരുമ്പം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം വഴന്ന് വരണം. ഇനി അതേ സമയം കൊണ്ട് നമുക്ക് തക്കാളി അരച്ചെടുക്കാം. ഞാനിവിടെ 2 തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെയും ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇനി വേണ്ടത് ഇഞ്ചി പേസ്റ്റാണ്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. ഗരം മസാല ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെയും വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. കാരണം തക്കാളി നമ്മൾ അരച്ചിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമുണ്ട്. എന്നിട്ട് എല്ലാം സെറ്റായി വന്നതിന് ശേഷം ലാസ്റ്റ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ അത് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക, അത്ര മാത്രമേ വേണ്ടൂ. അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണവുമാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ചിക്കനൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത്. ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെയെല്ലാം മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നെങ്കിൽ എന്തായാലും ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.